Hello everyone, next വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ഇൻ ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഓൺ എലിറ്റ് ബേസ്ഡ് തിയറി ലേൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ക്രൂഡ് ഓയിൽ ഫസ്റ്റ് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ് നമ്മുടെ മുമ്പിൽ. ക്രൂഡ് ഓയിൽ ബിഗർ ടൈം ഫ്രെയിമിൽ ഞാൻ ഓൾറെഡി അനാലിസിസ് ചെയ്തിട്ടുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ. ഓക്കെ, മസ്റ്റായിട്ട് അത് നോക്കണം. ആൻഡ് ദെൻ നൗ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഞാൻ ഇത് കൗണ്ട് ചെയ്യുന്നത് 1, 2, 3 ഇത് 4 ആണ്. ആൻഡ് ദെൻ ഫിഫ്ത്ത് ഇനി ഓക്കെ ഫോർത്ത് മാക്സിമം 50% വരാവുള്ളൂ ഈ ഫുൾ ലെഗിൻ്റെ. ഓക്കെ, ഫുൾ ലെഗിന് 50% അവിടെ വന്ന് പ്രൈസ് എക്സാക്ട്ലി പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുക്കുക. ദാറ്റ് മീൻസ് കണ്ട 5312 ഓൾറെഡി ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. കാണുന്നു ലാസ്റ്റ് 2-3 വീഡിയോസ് ഞാൻ റെഗുലർ ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എല്ലാം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ് ക്രൂഡ് ഓയിൽ. സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കാൻ ഇനി എത്ര ഉള്ളൂ. 1 hour ഓൾറെഡി ഓൺ സപ്പോർട്ടാണ്. ബട്ട് നമുക്കിനി നോക്കാനുള്ളത് പ്രൈസ് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഇവിടെ വന്നു. ഇനി പ്രൈസ് താഴേക്ക് വരുന്നു. പ്രൈസ് പോയിരുന്നു 1, 2, 3, 4, 5 ആൻഡ് ഇത് 2യുടെ കൺസോളിഡേഷൻ ആണ്. ഇനി വീക്ക്നെസ് ക്രൂഡ് ഓയിലിൽ ഇനി വീക്ക്നെസ് വരുന്നത് 81.20 ബ്രേക്ക് ചെയ്താൽ ക്രൂഡ് ഓയിലിൽ വീക്ക്നെസ് വരും. ബുളിഷ്നെസ് ഇതിൻ്റെ അബവ്, ഈ ട്രെൻഡ് ലൈൻ്റെ അബവ് ബുളിഷ്നെസ്. ആൻഡ് 81.20 ഈ ഒരു സ്മോൾ ലെഗിൻ്റെ 81 ദാറ്റ് മീൻസ് 5340 ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ വീക്ക്നെസ് തുടങ്ങും. ദാറ്റ് മീൻസ് ഈ 50% അവിടെ നിൽക്കത്തില്ല. പിന്നെ വേറെ ചിലപ്പോൾ ഒരു ചെറിയ ലോ കൂടി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഓർ ഫർദർ ലോ പ്രൈസ് ദാറ്റ് മീൻസ് വീക്ക്നെസ് ഉണ്ടാകും. പിന്നെ 61.4 ലെഗിന് 61.80% വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ശ്രദ്ധിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പ്രൈസ് തിരിച്ച് കയറണം. 81.20% ഹോൾഡ് ചെയ്തിട്ട് ആ പ്രൈസ് തിരിച്ച് കയറണം. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് ഫർദർ വെബ്സൈറ്റ് നോക്കാം. ഫർദർ ടാർഗറ്റ്സ് എന്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ. പ്രൈസ് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈനിൽ അബവ് ദാറ്റ് മീൻസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ, ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഫർദർ ടാർഗറ്റ്സ് തരുവാണെങ്കിൽ മാത്രമേ ഫർദർ ടാർഗറ്റ്സ് നമ്മൾ എന്തായിരിക്കും ഇതിങ്ങനെ ഫിബൊനാച്ചി വെക്കുക. 61.80%, 61.80%, 81.20%, 81.00% അബവ് പോയാൽ പിന്നെ ഫർദർ 127, 141, 161.80% നമുക്ക് ഈസിലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് എന്താണ് ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യണം. 5340 ഹോൾഡ് ചെയ്യണം. ആൻഡ് ഇത് ബ്രേക്ക് ഔട്ട് തരണം. റൈറ്റ്, ഇതാണ് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ്. ഓക്കെ, എത്ര ഉള്ളൂ ക്രൂഡ് ഓയിൽ എനിക്ക് പറയാനുള്ളത്. നിഫ്റ്റി അനാലിസിസ് അടക്കം. നിഫ്റ്റി എന്ത് പറയാ, നിഫ്റ്റി ഒത്തിരി കൺസോളിഡേഷനാണ്. റൈറ്റ്, സ്റ്റിൽ ഈ ഒരു ലെഗ് ഇത് കണ്ടോ, ഈ ഒരു ലെഗ് ഉണ്ടാക്കിയതിൽ എത്ര ദിവസമായി ഈ ഒരു ലെഗ് ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് തന്നെയാണ് പ്രൈസ് സ്റ്റിൽ കണ്ടോ. ഈ ഒരു ലെഗ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഒരു ഫുൾ ഏരിയ. ഇതിൻ്റെ അകത്താണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത് കുറച്ച് ദിവസമായിട്ട്. എത്ര ദിവസമായി? ഐ തിങ്ക് 1, 2, 3, 4 days ആണോ. റൈറ്റ്, അന്ന് അടിച്ച ഒരു നെക്സ്റ്റ് ഡേ ആണ് അതിൻ്റെ ഹൈ. 1, 2, 3, 4 4th ഡേ കംപ്ലീറ്റ് ആയി. പ്രൈസ് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. ആ ഒരു റേഞ്ചാണ്. എത്ര പോയിൻറ്റ്സിൻ്റെ ആണ് നമ്മുടെ 900 to 400 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് 450 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിലകത്താണ് പ്രൈസ് കൺസോളിഡേഷൻ. ഞാനിപ്പോൾ റീഡ് ചെയ്യുന്നത് എന്താണ്, എനിക്ക് അതേ അല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. റൈറ്റ്, ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് ഫുൾ അവിടുത്തെ എയുടെ ഫോൾ ആൻഡ് ബിയുടെ ബൗൺസ് ആണ്. ബിയുടെ ബൗൺസ് ക്ലിയർ ഒന്നുമില്ല, സ്റ്റിൽ ബിയുടെ ബൗൺസ് തന്നെയാണ്. ബിയുടെ ബൗൺസ് തീർന്നു നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ലോ 25,475 ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രൈസ് സിയിലേക്ക് എൻറ്റേർഡ് ആയി. ഓക്കെ, സിയിലേക്ക് എൻറ്റേർഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന് ഫുള്ള് ലെഗിൻ്റെ ജസ്റ്റ് 81.20% ബ്രേക്ക് ചെയ്താണ്. ബ്രേക്ക് ചെയ്തു. ഓവറോൾ ട്രാപ്പിംഗ് നടക്കുന്നുണ്ട്. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ബിയറിഷ്നെസ് ഇതിൻ്റെ ബിലോ ഈ ലോ. ഓക്കെ, ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ എന്തായി സീഡിനകത്ത് എൻറ്റേർഡ് ആകും. റൈറ്റ്, മനസ്സിലാക്കി എടുക്കുക സ്ട്രക്ചർ. അവിടെ നിന്ന് ഇവിടെ വരെ ഇത് എ, ഇത് ബി ആൻഡ് സിയിൽ എൻറ്റേർഡ് ആകുന്നത് എപ്പോഴാണ് ഈ എയുടെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ സിയിൽ എൻറ്റേർഡ് ആയി അങ്ങനെ പറയാം. ആൻഡ് ദെൻ സിയിൽ എൻറ്റേർഡ് സിയുടെ 1 ഇവിടെ വരെ ആൻഡ് ദെൻ 2 ആൻഡ് ദെൻ 3 പിന്നെ 4 and 5 അങ്ങനെ നടക്കും. ഓക്കെ, സിയുടെ മിനിമം റേഷ്യോ 61.80% ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ, മറക്കണ്ട. ഇൻ കേസ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഏത് ഈ ലോ 25 ദാറ്റ് മീൻസ് ഈ എയുടെ ലോ 25,475 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം റേഷ്യോസ് ആണ് 61.80%. 5 മൂവ്സ് ഉണ്ടാവണം. 5 ഇപ്പോൾ ഓൺഗോയിങ് ആണെന്ന് പറയാനില്ല. ബട്ട് വലിയ ഹ്യൂജ് ഫോൾ ഇപ്പോൾ കാണുന്നില്ല. യെസ്, സൈഡ് വൈസ് ആക്കി വെച്ചിരിക്കണാണല്ലോ, അതാണ് ഞാൻ പറയണത്.
ഉണ്ട് 61.80% ഇവിടെ വരുന്നു 25,315 ഇയർ. ഇത് പ്രോപ്പർ വെക്കുകയാണെങ്കിൽ അവിടെ കറക്റ്റ് സിങ്ക് ആകും. കണ്ട 50 ഇവിടെ ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഇവിടെ സഡൻ സപ്പോർട്ട് കൂടി ഇത് വരുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ട മിനിമം റേഷ്യോസ് ഇതാണ്. മിനിമം റേഷ്യോ ഇതാണ്. 5 മൂവ്സിൽ ഫുൾ ഇവിടെ വരണം. മിനിമം റേഷ്യോ ആണത്. ഓക്കെ, ഇൻ കേസ് പ്രൈസ് ഈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഈ ലോ ബ്രേക്ക് ഇല്ലെങ്കിൽ സോ നമുക്ക് ബൗൺസ് കാണാം. അത്ര വലിയ ബുളിഷ് അല്ല, ബട്ട് ബൗൺസ് നമുക്ക് കിട്ടും. ആ ബൗൺസ് തെറിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. അത് ഈ ഒരു ലെഗിൻ്റെ ABNC 5 മൂവ്സ് ഉണ്ടാവും. മാർക്കറ്റ് ഇത് ടഫാണ്. ഈ സമയത്ത് ഭയങ്കര ടഫായിരിക്കും. ന്യൂ സബ്സ്ക്രൈബേഴ്സൊക്കെ വിചാരിക്കും ഞാൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ABC. ബട്ട് കുറച്ച് നാൾ ഈ ട്രാക്ക് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പിടി കിട്ടുള്ളൂ. എനിക്ക് അതേ പറയാനുള്ളതാണ്. അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇൻ ഷോർട്ട് ഞാൻ പറയാം, ഇൻ ഷോർട്ട് മാർക്കറ്റ് ഇപ്പോൾ കൺസോളിഡേഷൻ ഫേസിലാണ്. ബിഗർ മൂവ് ഇപ്പോൾ കാണുന്നില്ല. ബിഗർ മൂവ് കിട്ടുവാണെങ്കിലും താഴേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉള്ളൂ ആകെ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഇത് ABCയുടെ ഇവിടെ ആണെങ്കിൽ വേണമെങ്കിൽ പിന്നെ പ്രൈസ് ഇവിടെ വരെ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഈ ലെവൽസ് കണ്ടോ, 26,035 ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിലും നല്ല ഇമ്പൾസീവ് മൂവ് കിട്ടാൻ പോണില്ല. ഇത് ഇമ്പൾസ് മൂവിന് തോന്നില്ല ഇത് ഇമ്പൾസീവ് മൂവാണ്. ഓക്കെ, എനിവേ ബുള്ളിഷ്നെസ് ഈ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് മാത്രമേ നോക്കാവുള്ളൂ. ഈ റെസിസ്റ്റൻസ് ABയുടെ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവാം. സ്മോൾ ടൈം ഫ്രെയിം ഡിസ്കസ് ചെയ്യാൻ ഞാൻ. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. സ്മോൾ ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് B ഓൺ ഗോയിങ് ആണ്. ഓക്കെ, B ഓൺ ഗോയിങ് ആണ്. നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ് അത് നോക്കണം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫർദർ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ സ്ട്രക്ചർ വീക്കാണ്, വീക്ക്നെസ് തന്നെയാണ് മാർക്കറ്റിൽ കാണുന്നുള്ളൂ. ബട്ട് ഇത് ജസ്റ്റ് ഒരു ടൈം പാസ് എങ്ങനെയും നടക്കും, അത്രേ ഉള്ളൂ. ഇൻ കേസ് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സെനാരിയോയിൽ ഇതിൻ്റെ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെനാരിയോയിൽ ബിയുടെ ഹൈ ഇത് തന്നെ ആയിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഇത് 1 ആകും, ഇത് 2 ആകും, ഇത് 3. ഓക്കെ, 3 മേ ബി ഓൺ ഗോയിങ് ആണ്. 3 ഇവിടെ തീർന്നു. ഫ്ലാറ്റ് ഓപ്പിംഗ് ബൗൺസ് ആണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ടാവും. 4th ഓക്കെ, ഇത് 3 ആകും, പിന്നെ അത് 4 ആകും. ആൻഡ് ദെൻ 5th ഫോൾ കിട്ടും. ക്ലിയർ അല്ല, വെയിറ്റ് ചെയ്യുക, അതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യണം നാളെ. അതാണ് കുറച്ചുകൂടി നമുക്ക് പ്രോപ്പർ ഇത് കിട്ടുള്ളൂ, ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇത് 1 ആകും, ഇത് 2 ആകും, 3 സ്റ്റിൽ ഓൺ ഗോയിങ് ആണോ ഇല്ല തീരുന്നോ അറിയില്ല. ഏകദേശം ഇത്ര ബൗൺസ് കിട്ടണം, ഇത്ര ഈ പോയിൻറ്റ്സിൻ്റെ. അത് ഷാർപ്പ് ഉണ്ടാവും. റീസൺ എന്താണ് ഞാൻ പറയാം. ഇത് കണ്ട കൺസോളിഡേഷൻ ആയിട്ടാണ് അത് പോയത്. ഇതിൻ്റെ 2 ബൗൺസ്. ഓക്കെ, അത് ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു? ഓൾമോസ്റ്റ് 270 പോയിൻറ്റ്സിൻ്റെ. സോ 270 പോയിൻറ്റ്സിൻ്റെ ബൗൺസ് വരണം. ഓക്കെ, ഷാർപ്പ് വരുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് ഷാർപ്പാണ്. നാളെ ഗ്യാപ്പ് ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഓക്കെ, ഗ്യാപ്പ് ആണെങ്കിൽ അപ്പോൾ പറയാം. 5th ഫെയിലിയറുടെ സിനാരിയോ അങ്ങനെയാണെങ്കിൽ അത് ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്യണം. അപ്പോഴേ ബുള്ളിഷ് ആവുള്ളൂ ഞാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇൻട്രാഡേ പർപ്പസിൽ നമുക്ക് ഇത് പ്ലേ ചെയ്യാം. ഇൻട്രാഡേ പർപ്പസിൽ നമുക്ക് ബൗൺസ് പ്ലേ ചെയ്യാം ഈസി. ഓക്കെ, സോ ഇത്ര വരെ റെസിസ്റ്റൻസ് മേ ബി കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. നാളെ ഓപ്പണിംഗ് മസ്റ്റാണ്, അപ്പോഴേ എന്തെങ്കിലും കൗണ്ട് ചെയ്യാവുള്ളൂ. ന്യൂ സബ്സ്ക്രൈബർ പ്ലീസ് പഴയ വീഡിയോസ് കാണണം, അപ്പോഴേ എന്തെങ്കിലും പിടി കിട്ടുള്ളൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാം വേസ്റ്റാണ്. നിങ്ങൾക്ക് ഒന്നും പിടി കിട്ടില്ല, കൺഫ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ഞാൻ എന്തൊക്കെ കാണിച്ചു, എന്തൊക്കെ വരച്ചു. സോ മസ്റ്റാണ് എലിയറ്റ് വ്യൂ തിയറി പഠിക്കുന്നത്. കാരണം വെച്ചാൽ കുറച്ചുകൂടി ടെക്നിക്കലി പ്രോപ്പർലി നമുക്ക് പിടി കിട്ടും. എന്താണ് ABC സ്ട്രക്ചർ 1 2 3 എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, എപ്പോഴും മാർക്കറ്റ് സൈഡ് വേസ് ആകും, ഐഡിയ കിട്ടും. ഗ്യാരണ്ടി ഇല്ല, ഐഡിയ കിട്ടും. നമുക്ക് നേരത്തെ തന്നെ ഒരു പിടി കിട്ടും. മീൻസ് സംതിങ് ഇതാണ്. ഇന്ന് ഞാൻ രണ്ട് മൂന്ന് പേരെടുത്ത് ചോദിച്ചു. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റും ചെയ്തു. ഞാൻ ബൗൺസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് റീസൺ എന്തായിരുന്നു? ഈ ഫോൾ വന്നത്. ഈ ഫോൾ വന്നു. ഇത് 1, ഇത് 2, ഇത് ഫുൾ 3 and 4 and 5. ഓക്കെ, പിന്നെ 5th ഇവിടെ ഡയഗണൽ പാറ്റേൺ കൂടി ഉണ്ടാക്കി. ബൗൺസിൻ്റെ ഡയഗണൽ സ്മോൾ ടൈമിൽ ഡയഗണൽ പാറ്റേൺ ആയിരുന്നു കേട്ടോ. അത് സ്മോൾ ടൈം ഫ്രെയിം ഡയഗണൽ പാറ്റേൺ ആണെങ്കിൽ ദറ്റ് മീൻസ് അത്രേ ബൗൺസ് എക്സ്പെക്ട് ചെയ്യുള്ളൂ. 15 minutes ടൈം ഫ്രെയിമിൽ പാറ്റേൺ ഇതാണെങ്കിൽ ദറ്റ് മീൻസ് അത്ര വലിയ ഒരു ബൗൺസ് നമുക്ക് കിട്ടുള്ളൂ. ഇത് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഡയഗണൽ പാറ്റേൺ. ദറ്റ് മീൻസ് 5th ഡയഗണൽ പാറ്റേൺ ആയിരുന്നു. ഓക്കെ, 5 മൂവ്സ് കഴിഞ്ഞു എന്ന് ഞാൻ 1 minute ടൈം ഫ്രെയിം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലിയർ ആയിട്ട് അത് കിട്ടും. കണ്ടോ, ഡയഗണൽ പാറ്റേൺ ഉണ്ടായി. അതാണ് ഞാൻ ബൗൺസ് എക്സ്പെക്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവാറില്ല. ബട്ട് യെസ്, നമുക്ക് ടെക്നിക്കൽ അലൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മൂവ്സ് ഇത് കണ്ട 5th മൂവിൽ ഡയഗണൽ പാറ്റേൺ 1 2 3 4 and then 5 പ്രോപ്പർലി ഇവിടെ 5 കംപ്ലീറ്റ് ആക്കി. ആൻഡ് ദെൻ പ്രൈസ് എന്ത് ചെയ്തു? ഡയഗണൽ പാറ്റേൺ കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്തു? ഫസ്റ്റ് ബൗൺസ് എന്നു, പിന്നെ മൊത്തം സൈഡ് വേസ് ആയിട്ട് and then വീണ്ടും ബൗൺസ് തന്നെയാണ് വന്നേക്കണേ. ഓക്കെ, സോ നോക്കുക. നാളെ മേ ബി പ്രൈസ് ഇത് പോയേക്കണേ 1 2
3, 4 and 5 ഇങ്ങനെയായിട്ട് പോയിക്കണേ. ഇവ ഡിഗ്രി ഫോളാണോ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ കൂടുതൽ ബൗൺസ് ഫോർത്തിൻ്റെ ബൗൺസ് നമുക്ക് വീണ്ടും കിട്ടാൻ ചാൻസസ് ഉണ്ടാവും. ഫോർത്തിൻ്റെ ബൗൺസ് എടുത്തിരിക്കുക സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഇവരുടെ ഫോളോ. ഒത്തിരി റിസ്ക്കിയാണ് ശരിക്കും പറയാമെന്നൊക്കെ, കാരണം മാർക്കറ്റ് ബിഹേവിയർ അങ്ങനെയാണ് ഇപ്പം. ഓക്കെ, കൂടുതൽ ഇനി എക്സ്പ്ലനേഷൻ തന്നാൽ ശരിക്കും പണി കിട്ടും. ഞാനില്ല, ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം, അത്രേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി 1 2 3 3 സ്ട്രക്ചറാണല്ലോ. ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഇതിൻ്റെ അപ്പോൾ മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. കണ്ട, ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്ത സംഭവമാണ്. ഇതിൻ്റെ അപ്പോൾ മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. ഇനി മാർക്കറ്റ് നേരെ ഡൗൺ ആണ്. ഓക്കെ, സോ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് കാണുന്നത്? ഫോർത്തിൻ്റെ ഫോളാണെങ്കിൽ സ്ട്രക്ചർ 3-3 പോയേക്കുന്നത്. നോക്കാം നമുക്ക്. വീക്ക്നെസ് ഇനി 50% ബിലോ വീക്ക്നെസ്. ഓക്കെ, ഇത് ഈ ബിലോ, ഇതിൻ്റെ ബിലോ 50% ബിലോ വീക്ക്നെസ് സപ്പോർട്ടാണ്. ഓക്കെ, ബാക്കി ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ബിലോ ഫർദർ വീക്ക്നെസ് ഉണ്ടാവും. ആൻഡ് ഇത് ഇങ്ങനെയും ഇതും കൂടി വരച്ച് വെച്ചോളൂ. ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 50 മിനിറ്റ്സ് ടൈം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മേ ബി ഇത് ഇങ്ങനത്തെ ഒരു ഡയഗണലോ എന്തെങ്കിലും പാറ്റേൺ ചാനലാണോ ഡയഗണലാണോ അതാണ് നോക്കാനുള്ളത്. ഓക്കെ, കാരണം വെച്ചാൽ ഇത് എ ബി സിയുടെ എ ബി സി ആയിട്ട് B 1 2 1 2 ABC 3 4 ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മേ ബി വീണ്ടും ചിലപ്പോൾ മുകളിലേക്ക് പോകാം. 3 മൂവ്സിലാണ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ട് പ്ലേ ചെയ്യാവുള്ളൂ. വീക്ക്നെസ് ഇതിൻ്റെ ബിലോ 59,540 ബിലോ സസ്റ്റൈൻ വീക്ക്നെസ് ഉണ്ടാവും. ഫോർ ദ ഡൗൺ സൈഡ് ലെവൽ നമുക്ക് കിട്ടും. ഇതിനകത്ത് സെൻസെക്സ് പോകാം, മൊത്തം സൈഡ് വേസ് ആണ്. ഈ ലോ ബ്രേക്ക് ചെയ്ത ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ബുള്ളിഷ്നെസ്. ഇതിൻ്റെ ബൗളിൽ വീക്ക്നെസ് ഈ ലോയുടെ ബിലോ വീക്ക്നെസ് ആണ് സെൻസെക്സിൽ, റൈറ്റ്. ഈ ലോ ബ്രേക്ക് ചെയ്താൽ ഇതിൻ്റെ ബിലോ വീക്ക്നെസ് ആണ്. സോ അപ്പോൾ കൗണ്ട് ചെയ്താൽ മതി എങ്ങനെയാണ് ഇതിൻ്റെ മറ്റേ ഇത് 1 2 3 4ത്തിൻ്റെ ബൗൺസ് കിട്ടുകയാണെങ്കിൽ അതിന് 5th മേ ബി. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് സെൻസെക്സ്, ഞാൻ അതേ പറയാറുള്ളൂ എപ്പോഴും, അത് നോക്കിയിട്ട് ചെയ്യാവുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപിറ്റൽ പെർഫെക്റ്റ്ലി മൂവാണ്, കണ്ടോ. 1 2 3 4ത്തിൻ്റെ റീട്രേസ്മെൻറ്റ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഐ തിങ്ക് ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. 61.80% ബിലോ ആണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. സ്മോൾ ടൈം ഫ്രെയിം സ്ട്രക്ചർ ഒത്തിരി സൈഡ് വേസ് ആണല്ലോ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പറയണേ, ഞാൻ വെറുതെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് കാണിച്ചത് കണ്ട ബിഗർ ടൈം ഫ്രെയിമിൽ ഫുൾ കൺസോളിഡേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ലാസ്റ്റ് നമ്മൾ ഇത് ഇങ്ങനത്തെ ഇത് വരച്ചായിരുന്നു, ഞാൻ അതിൻ്റെ കോപ്പി എടുത്ത് താഴേക്ക് ഇട്ടായിരുന്നു. അതാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ഇപ്പോൾ ഉള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഞാൻ ഒന്നും പറയണില്ല, കുറച്ചുകൂടി ബെറ്റർ അത് തന്നെയാണ്. കാരണം വെച്ചാൽ പ്രൈസ് ഫുൾ ഈ ഒരു ചാനലിൽ കൺസോളിഡേഷനാണ്. വേണമെങ്കിൽ സ്മോൾ ടൈം ഡേയ്സ് ഇതിൻ്റെ ബില്ല് പോയാൽ 3 വീക്ക്നെസ് കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിനകത്ത് പറയാനുള്ളത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.